സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം 1 ചൈതന്യം ഭാഗം 19. ഈശ്വരനും ആത്മാവും ഭിന്നമാണ്. വായു ശബ്ദത്തെ ഗർഭം കൊള്ളുന്ന പോലെയും പ്രകാശം കാഴ്ചയെ പ്രതിബിംബിക്കുന്നതുപോലെയും ബ്രഹ്മം സകലത്തിൻ്റെയും വാഹകനായി നിലകൊള്ളുന്നു. ഒരു ഘട്ടത്തിലും ബ്രഹ്മത്തിൻ്റെ പ്രതിരൂപമല്ല ആത്മൻ എന്നറിയണം. വൈദ്യുത ഊർജം ബ്രഹ്മാണ്ഡ സരണികളിൽ സജീവമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രഭാവം പ്രതിബിംബിക്കുന്നതിന് ഡയനമോയോ ബാറ്ററിയോ വേണം. അപ്രകാരം തന്നെ ബ്രഹ്മചൈതന്യത്തെ അനുഭവിക്കാനും ഉപയോഗിക്കാനും ആത്മചൈതന്യം അനിവാര്യമാണ്. ബാറ്ററിയും വൈദ്യുതിയും രണ്ടായിരിക്കുന്നതുപോലെ ആത്മനും ബ്രഹ്മനും രണ്ടു തന്നെയാണ്. ബുദ്ധി യുക്തിക്കടിമപ്പെടുമ്പോൾ രണ്ടും ഒന്നാണെന്ന് അനുമാനിക്കും. ഡയനോമയും വൈദ്യുതിയും രണ്ടായിരിക്കുന്നതുപോലെ ജഡവും ജീവനും രണ്ടായിരിക്കുന്നു. ബ്രഹ്മാണ്ഡ പ്രഭാവങ്ങൾ കണ്ടറിയുന്ന സൂക്ഷ്മദർശിനിയായും ബ്രഹ്മത്തെ അറിയുന്ന മാസ്മരിക ശക്തിയായും ആത്മൻ ആരിലും പ്രശോഭിക്കുന്നു.